നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ കറങ്ങി നടന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ മലർത്തിയടിച്ചു എന്ന് വാദിച്ചുകൊണ്ട് നടക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ വായടപ്പിക്കുന്ന മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അജിത് ഡോവൽ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പിഴവ് പോലും സംഭവിച്ചിട്ടില്ല എന്നും ഇന്ത്യക്കൊന്നും സംഭവിച്ചില്ല എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞിരിക്കുന്നത്. ചില പാക് അനുകൂല മാധ്യമങ്ങളൊക്കെ ഇന്ത്യയെ ഞങ്ങൾ തകർത്തു എന്നുള്ള പാക്കിന്റെ വാദം പൊലിപ്പിച്ചു കാണിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ അജിത് ഡോവൽ വെല്ലുവിളിക്കുകയായിരുന്നു. ഇന്ത്യക്ക് നേരെ ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരൂ എന്നാണ് അജിത് ഡോവൽ പൊട്ടിച്ചിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാന് വീണ്ടും അടികിട്ടുകയാണ്. പാകിസ്ഥാന്റെ 13 വ്യോമത്താവളങ്ങൾ നമ്മൾ തകർത്തു, 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ സംഭവിച്ചതിന്റെ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാനാകുമോ എന്നും അജിത് ഡോവൽ വെല്ലുവിളിച്ചു. മദ്രാസ് IITയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിലെ വിജയത്തെക്കുറിച്ച് കൂടുതൽ വാചാലനായത്. ഇന്ത്യ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം പോലും ആക്രമണത്തിൽ നിന്ന് ഒഴിവായില്ല. അത്ര കൃത്യമായിട്ടാണ് ആക്രമണം നടന്നത്. ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതിന്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും ഹാജരാക്കാൻ അജിത് ഡോവൽ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 23 മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ 13 വ്യോമത്താവളങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്തി. ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്നവയാണ്. എന്നാൽ വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഇന്ത്യക്ക് വലിയ നാശമുണ്ടായി എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കാൻ മാധ്യമങ്ങളെ അജിത് ഡോവൽ വെല്ലുവിളിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 1971 യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെതിരായ ആദ്യത്തെ ത്രിരാഷ്ട്ര സൈനിക ദൗത്യമായിരുന്നു ഇതെന്നും അജിത് ഡോവൽ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇന്ത്യ 9 ഭീകര ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളും വിജയകരമായി തകർത്തു. ഇതിൽ 4 പാകിസ്ഥാനിലും 5 പാക് അധീന കശ്മീരിലും ആയിരുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 23 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാനെ ഞങ്ങൾ അടിച്ചിട്ടു. ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നോ ആ ലക്ഷ്യം തെറ്റാതെ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ഇന്ത്യയുടെ മികവാണ് എന്നും അജിത് ഡോവൽ വ്യക്തമാക്കി. ഇന്ത്യൻ സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും പോലും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചതിനെ തുടർന്നാണ് സായുധ സംഘടന ഉണ്ടായതെന്നും അജിത് ഡോവൽ പറഞ്ഞു. ബ്രഹ്മോസ് മിസൈൽ, ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് സിസ്റ്റം തുടങ്ങിയ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ഗുണനിലവാരത്തെയും അജിത് ഡോവൽ പ്രശംസിച്ചു. ഈ സംവിധാനങ്ങൾ നിരവധി ഡ്രോണുകൾ, മിസൈലുകൾ, അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവയെ തടഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഗുണനിലവാരം എടുത്തു കാണിക്കപ്പെട്ടതെന്നും അജിത് ഡോവൽ പറഞ്ഞു. പാക് ആക്രമണങ്ങൾ ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന വിദേശ മാധ്യമങ്ങളുടെ അവകാശവാദങ്ങളെ ഡോവൽ തള്ളിക്കളഞ്ഞു. കൃത്യമായ മറുപടിയാണ് പാകിസ്ഥാന് ഇപ്പോൾ അജിത് ഡോവൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയെ തകർത്തു എന്നുള്ള പാക് അനുകൂല മാധ്യമങ്ങളുടെ വാദങ്ങളെയും പൊളിച്ചടുക്കിയിട്ടുണ്ട് അജിത് ഡോവൽ. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണ സമയത്ത് തന്നെ ഇന്ത്യ കൃത്യമായ തെളിവുകളോടെ ആക്രമണം നടത്തിയ മേഖലകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. അതായത് ഇത് ആക്രമണം നടക്കുന്നതിന് മുൻപുള്ള പാക് പ്രദേശങ്ങളിലെ ചിത്രങ്ങളും അതിനുശേഷം ആക്രമണം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് തെളിവുകളായി പുറത്തുവിട്ടത്. പാകിസ്ഥാന് പൊള്ളിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തി ഒരു തീക്കളി തുടങ്ങിയത്. അതിന് മറുപടി കൊടുത്ത് ഇന്ത്യ സടകുടഞ്ഞെഴുന്നേറ്റപ്പോഴത്തേക്കും പാകിസ്ഥാൻ മുച്ചൂടും തകർന്നടിഞ്ഞ് താഴെ വീണു. ഇതിനിടെ ഇന്ത്യയെ തങ്ങൾ ആക്രമിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി പല വീഡിയോകൾ പടച്ചുവിട്ടിരുന്നു പാകിസ്ഥാൻ. പാക് അനുകൂല മാധ്യമങ്ങളും എല്ലാം തന്നെ അതിനെയെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തകർത്തെറിയുകയായിരുന്നു ഇന്ത്യ ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനിടെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന വാദങ്ങൾ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് തള്ളിയിട്ടുണ്ട്. സ്വകാര്യ ഇംഗ്ലീഷ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം റഫാൽ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നുള്ള വാർത്ത നിഷേധിച്ചത്. പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ പല മടങ്ങ് നാശനഷ്ടം നേരിടേണ്ടി വന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്ന ചോദ്യങ്ങളോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. സംഘർഷ സമയത്ത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ ഒരു ഘട്ടത്തിലും ഉണ്ടാകാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഏതാനും വിമാനങ്ങൾ നഷ്ടമായെന്നും രാഷ്ട്രീയ നേതൃത്വം സൃഷ്ടിച്ച പരിമിതികളാണ് അതിന് കാരണമായതെന്നും ഇന്തോനേഷ്യയിലെ ഇന്ത്യയുടെ പ്രതിരോധ അറ്റാഷെ ശിവകുമാർ പറഞ്ഞത് വിവാദമായ സാഹചര്യത്തിലായിരുന്നു ഈ വാദങ്ങൾ പ്രതിരോധ സെക്രട്ടറി തന്നെ തള്ളിക്കളഞ്ഞത്. ഇന്ത്യക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന്റെ അതേ സ്വരത്തിൽ സംസാരിക്കുന്ന കൂട്ടർക്ക് കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അജിത് ഡോവൽ പാകിസ്ഥാന് കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടെ ഇന്ത്യൻ ആയുധങ്ങളുടെ ശേഷി വെളിപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രംഗത്തേക്ക് വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2024 ലോക സൈനിക ചെലവ് $2.7 ലക്ഷം വർദ്ധിച്ചുവെന്നും ഇത് ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്നത് വലിയ വിപണി സാധ്യതകളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈനികർ കാണിച്ച ധീരതയും ആഭ്യന്തര ഉപകരണങ്ങളുടെ ഉപയോഗ രീതിയും മറ്റ് രാജ്യങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. ലോകം നമ്മുടെ പ്രതിരോധ മേഖലയെ ഉറ്റുനോക്കുകയാണെന്നും DRDO സംഘടിപ്പിച്ച കൺട്രോളേഴ്സ് കോൺഫറൻസിൽ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തേക്കാൾ കൂടുതലാണ്. പൊതുജനങ്ങളുടെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം പ്രതിരോധ മന്ത്രാലയത്തിനായി നീക്കിവെക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. ചെലവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും വേണം എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൻ വിജയം തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ നട്ടെല്ലാണ് ഒടിച്ചിട്ടത്. അജിത് ഡോവൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ, പാക് അനുകൂല മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചില ഗ്രൂപ്പുകളൊക്കെ തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. അതിനെയെല്ലാം പൊളിച്ചു കാണിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.